സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി കടുത്ത മഴ പെയ്യുമെന്നാണ് നമുക്ക് കിട്ടുന്ന കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന നിർദ്ദേശം. ഇപ്പോൾ തന്നെ ഒരു പ്രളയ സാധ്യതയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. നമുക്കൊരു 2 ദിവസം അടുപ്പിച്ച് തന്നെ ഒരു നല്ലൊരു മഴ പെയ്തപ്പോഴത്തേക്കും പ്രളയം എന്നൊരു ചോദ്യചിഹ്നത്തിലേക്ക് വരികയാണ്. നമ്മൾ കഴിഞ്ഞവട്ടമല്ല മുന്നേ ഉള്ളൊരു പ്രളയത്തിലൂടെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതായിരുന്നു എത്രമാത്രം ഉണ്ടായിരുന്നു അതിന്റെ തീവ്രത, അതിൽ രക്ഷപ്പെടാൻപ്പെട്ട പാടുകളും, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ വളരെ ദുർഘടമായിരുന്നു. വീണ്ടും ശക്തമായ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം ഇപ്പോൾ ഓരോരോ ജില്ലകളിലാണെങ്കിലും ഇപ്പോൾ തന്നെ റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നദികളിലൊക്കെ പ്രളയ സാധ്യതകൾ, ഓരോ നദികളിലും പ്രളയ സാധ്യതകൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ചുഴലിക്കാറ്റ് അതുപോലെയുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ നമ്മളെ കേരളത്തെ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അതും വളരെ ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതായത് കടുത്ത വേനലിന് ശേഷമുള്ള കടുത്തൊരു മഴ, രണ്ടും എക്സ്ട്രീമാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. കാരണം ഇപ്പോൾ ഈ മഴ എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു 4-5 ദിവസം മാത്രമാണ് ഇപ്പോൾ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലേ. അപ്പോഴേക്കാണ് ഇങ്ങനൊരു പ്രളയ സാധ്യത മുന്നറിയിപ്പുകൾ, അതുപോലെ ഡാമുകൾ തുറന്നു, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ, മരങ്ങൾ കടപുഴകി വീഴുന്നു, വീടുകൾ തകരുന്നു, മേൽക്കൂരകൾ തകരുന്നു, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ അല്ലേ, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളാണ് ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുമാണ് കാലാവസ്ഥാ വകുപ്പായാലും ആരോഗ്യ വിദഗ്ധരായാലും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസമായാലും അല്ലെങ്കിൽ പ്രളയം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്നും കടലിലേക്കൊന്നും ഇറങ്ങരുത് എന്ന തരത്തിലുള്ള വാർത്തകളും എല്ലാം തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാനുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദ തീവ്രത ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കേരളത്തിലുള്ള എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യത്തിലാണ്. കാരണം കടലിങ്ങനെ രൂക്ഷമായി ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ തീരങ്ങളിലേക്കൊക്കെ. അപ്പോൾ തീരവാസികളൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ ജാഗ്രത പാലിക്കണം, മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതേസമയം കാലവർഷത്തിനോടൊപ്പം ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടതോടെയാണ് ഇത്തരത്തിലൊരു അതിഭയങ്കരമായിട്ടുള്ള ഒരു മഴയും കൂടി ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ പെയ്തിട്ടുള്ള ഒരു ജില്ല നമ്മുടെ കേരളത്തിൽ സംസ്ഥാനത്തിലെ കണ്ണൂരാണ്. ഇപ്പോൾ ഇതുവരെ 28-ാം തീയതി വരെയുള്ള കണക്ക് നോക്കുമ്പോൾ കൂടുതലായിട്ട് മഴ കിട്ടിയിട്ടുള്ളത് കണ്ണൂരിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വടക്ക് ഭാഗങ്ങളിലാണെങ്കിൽ തന്നെ ന്യൂനമർദ്ദം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതും കൂടെ കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ മഴയാണെങ്കിലും അതുപോലെ കാറ്റാണെങ്കിലും ഈ പ്രളയമാണെങ്കിലും ഇതൊക്കെ ഈ കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം എന്ന് പറയുന്നത് അതിരൂക്ഷമായിട്ടാണ് നമ്മുടെ കേരളത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇന്നും നാളെയുമായിട്ട് കാസർഗോഡ് ജില്ലകളിലെല്ലാം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഒരു ഭാഗത്തെല്ലാം വലിയൊരു മഴയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നല്ല രീതിയിൽ അവിടെ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരങ്ങളെല്ലാം കടപുഴകി വീഴുന്നതായാലും അത്തരത്തിലുള്ള വീടുകളെല്ലാം തകർന്ന് വീഴുന്നതായാലും അത്തരത്തിലുള്ള ന്യൂസുകളെല്ലാം തന്നെ നമ്മളിപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നാണ് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത്. നമ്മുടെ ഇവിടുത്തെ സ്ഥിതിവിശേഷം ചെറുതൊന്നുമല്ല, നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മെയ് 29, 30 ആ ഒരു ദിവസങ്ങളിൽ അതിതീവ്ര ശക്തമായ ഒരു മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പത്തനംതിട്ട ജില്ലകളിൽ ഇപ്പോൾ നമ്മൾ നദികളുടെ കാര്യം പറഞ്ഞു, പ്രളയ സാധ്യതയുള്ള നദികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ നമ്മൾ ജില്ലകൾക്ക് അലേർട്ട് ഉള്ളതുപോലെ തന്നെ നദികൾക്കും അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് അലേർട്ടാണുള്ളത്. അതുപോലെ തന്നെ നമ്മളെ കോട്ടയം ജില്ലയിൽ മീനച്ചിലാറിലും ഇപ്പോൾ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലുണ്ട്, കോരപ്പുഴയിലുണ്ട്, പത്തനംതിട്ട ജില്ലയിൽ അച്ചൻകോവിൽ, വയനാട് ജില്ലയിൽ കബനി നദി എന്നീ നദികളിൽ മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണിമലയിൽ മാത്രമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളുകളൊന്നും തന്നെ തുറന്നിട്ടില്ല എങ്കിൽ പോലും അംഗൻവാടികളായാലും സ്വകാര്യ ട്യൂഷൻ സെന്ററുകളായാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ക്ലാസ്സുകളിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ പാലിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും അടുത്തുള്ള വീടുകളിലേക്കോ അതായത് ബന്ധു വീടുകളിലേക്കൊക്കെ മാറി താമസിക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ക്യാമ്പുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ കണക്കെടുത്ത് ഒരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി മുൻകരുതലുകൾ എടുക്കേണ്ട സാഹചര്യത്തിൽ ക്യാമ്പുകളിലേക്കൊക്കെ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പകൽ സമയങ്ങളിൽ തന്നെ എല്ലാവരും സുരക്ഷിതമായി മാറാൻ അല്ലേ എന്താ
അതുപോലെ തന്നെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത്. അതുപോലെ കോഴിക്കോട്, വയനാട് തുടങ്ങിയ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ചും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം അലർട്ടുകൾ എന്താണെന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് അതിനനുസരിച്ചിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക, അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ മൂലത്തറ റെഗുലേറ്ററിന്റെ 2 ഷട്ടറുകൾ തുറന്നതിനാൽ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചിറ്റൂർ പുഴ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനം ജാഗ്രത പാലിക്കണം. യാതൊരു കാരണവശാലും നദിയിൽ ഇറങ്ങുകയോ, അതുപോലെ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന പ്രവണത എന്ന് പറയുന്നത് മീൻപിടുത്തമൊക്കെയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോവാതിരിക്കുക. അതേപോലെ തന്നെയാണ് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ റീൽസുകളും ഫോട്ടോസുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പുഴയിൽ ഇറങ്ങുകയും സാഹസികമായിട്ട് നീന്തുകയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് മലവെള്ളപ്പാച്ചിൽ അതിശക്തമായിട്ടാണ് ഓരോ പുഴകളിലും പുഴ അടിയിലാണ് കൂടുതലായിട്ടും അതിൻ്റെ ശക്തി നമുക്ക് കാണാൻ പറ്റുക. പുറമേ നിന്ന് നോക്കുമ്പോൾ നദി ഭയങ്കര ശാന്തമായിട്ടായിരിക്കും ഒഴുകുന്നുണ്ടാവുക. പക്ഷേ അടിയൊഴുക്ക് എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അതൊക്കെ മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെ ജനങ്ങളാണെങ്കിലും പുഴയിലേക്ക് ഇറങ്ങുന്നതും കുളിക്കാൻ പോകുന്നതും മീൻ പിടിക്കുക അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക തൽക്കാലത്തിന്. അതുപോലെ തന്നെ മലയോര മേഖലയിലുള്ളവർ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അവിടെ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടല്, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയ സാധ്യതകൾ വളരെയധികം നീണ്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ളവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്ഥിരമായ വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെട്ട ക്യാമ്പുകളിലേക്ക് മാറണമെന്നുണ്ട്. ഇപ്പോൾ തന്നെ ക്യാമ്പുകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട് സ്കൂളുകളിലെല്ലാം. അപ്പോൾ അവിടെ പോയിട്ട് സുരക്ഷിതരായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴേ പാക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതായത് സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ അത്യാവശ്യ പണമോ അല്ലെങ്കിൽ അങ്ങനെ പണം, ഗോൾഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സൂക്ഷിച്ച് അതായത് ഒരു ബാഗിലാക്കി ഇപ്പോഴേ ഒന്ന് എടുത്തു വെച്ചാൽ ഏതൊരു സമയത്ത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് നമുക്കത് കാണാം. അതേപോലെ തന്നെയാണ് ഇന്നാണെങ്കിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ എന്ന് പറയുന്നത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. അതേപോലെ നാളത്തെ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കിയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ട് ഇന്നുള്ളത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. അതേപോലെ നാളെ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഒരു അതിശക്ത മഴയോടൊപ്പം ഉള്ള ഒരു കാര്യമാണ് നമുക്ക് വൈദ്യുതി വിച്ഛേദനം എന്ന് പറയുന്നത്. പലപ്പോഴും വീടുകളിൽ കറണ്ട് ഇല്ലാത്തൊരവസ്ഥ വരാറുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത്തരമുള്ള സാഹചര്യം ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം വരികയാണെങ്കിൽ നമ്മൾ KSEBിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഫുൾ ബിസി ആയിരിക്കും. കാരണം മരങ്ങളൊക്കെ വീണിട്ടായാലും അതെല്ലാം മാറ്റുന്ന ഒരു ബിസി ഒരു സമയമായതുകൊണ്ട് തന്നെ പ്രത്യേകം അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. പിന്നെ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുക. പിന്നീട് നമ്മുടെ പൊതുസ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മരങ്ങൾ വീഴാൻ ചാൻസ് ഉള്ളവയെല്ലാം മുന്നേ തന്നെ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ കൺട്രോൾ റൂമുകളൊക്കെ തുറന്നിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടങ്ങളിൽ സഹായത്തിനായിട്ട് 1077 എന്ന നമ്പറിലേക്കും വിളിക്കാം. അതേപോലെ 1070 എന്നുള്ള ടോൾ ഫ്രീ നമ്പറുകളിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അത് 24 മണിക്കൂറും സജ്ജമാണ് ആ നമ്പറുകൾ എന്നാണ് അല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മഴയുള്ള സമയത്ത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളും കൊണ്ട് ഇറങ്ങുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നതാണ്. കാരണം റോഡെല്ലാം തെന്നി കിടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അപകടങ്ങൾ വർദ്ധിക്കാൻ ഈ ഒരു മഴക്കാല സമയത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതും വളരെയധികം കൂടുതലാണ്. അതുപോലെയാണ് ഈ റോഡുകളിലൊക്കെ നമ്മളിപ്പോൾ കണ്ടുവരുന്ന കുഴികളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നതും അതുപോലെ ലൈൻ കമ്പികളൊക്കെ പൊട്ടി വെള്ളത്തിൽ വീണിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് റോഡുകൾ ഇല്ലാണ്ടാവാനും അല്ലെങ്കിൽ പൊട്ടിപ്പൊളിരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ റോഡിൽ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കൂടുതലും റോഡിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കാനാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് നമുക്കറിയുന്ന കാര്യമാണ് മഴ പെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടും രൂപപ്പെടുന്ന കുറച്ച് വെള്ളം കെട്ടുകൾ രൂപപ്പെടുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയോടുകൂടി തന്നെ അങ്ങോട്ടൊക്കെ പോവുക. അതുപോലെ പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ സൂക്ഷിക്കുക. കൂടുതലായിട്ടും കുട്ടികളൊക്കെയാണ് ട്യൂഷന് രാവിലെ പോകുന്ന കുട്ടികൾ അങ്ങനെയുള്ള പിന്നെ മുതിർന്നവർ പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. രാവിലെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴും റോഡ് വഴിയുള്ള ഗതാഗതം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ട്രെയിനാണെങ്കിലും ഒക്കെ തന്നെ എല്ലായിടത്തും പ്രശ്നങ്ങൾ തന്നെയാണ്.
ട്രാക്കിലേക്ക് മരം വീണിട്ട് ട്രെയിനുകളൊക്കെ തന്നെ എന്താ വഴുകിയാണ് ഓടുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ എന്താ വാഹനങ്ങളുടെ കാര്യമാണെങ്കിലും മണ്ണിടിച്ചിൽ അതുപോലെ എന്താ ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ മലയോര മേഖലകളിലൂടെയുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ വിനോദസഞ്ചാരം, നമ്മളിപ്പോൾ അവധിക്കാലമാണെങ്കിലും വിനോദപരമായിട്ടുള്ള പരിപാടികളെല്ലാം നിർത്തിവെക്കുക. അലേർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് നിലവിൽ. അപ്പോൾ അത്തരത്തിലുള്ള സാഹസികമായിട്ടുള്ള ഇതിലോട്ടൊന്നും പോവാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ സമയത്തൊക്കെയാണ് എല്ലാവരും മഴയല്ലേ ഒരു യാത്രയൊക്കെ പോയിട്ട് വരാം, അതുപോലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം എന്നുള്ള ഇതിലോട്ടൊക്കെ മലയോര മേഖലകളിലേക്ക് പോവാതിരിക്കുക. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്താണ്. അതെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നദീ തടങ്ങളിലേക്ക് ജലമൊക്കെ വളരെ രീതിയിൽ വൻതോതിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഭൂതത്താൻകെട്ട് ഡാമിന്റെ 2 ഷട്ടറുകളാണ് ഇന്ന് തുറന്നിട്ടുള്ളത്. 13 ഷട്ടറുകൾ നേരത്തെ ഉയർത്തിയിരുന്നു. മഴയും ഡാമിന്റെ ഷട്ടർ ഉയർത്തിയതിനെ തുടർന്നുള്ള വെള്ളത്തിന്റെ വരവും കൂടിയതോടെ പെരിയാറിന്റെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രളയ സാധ്യത എന്ന രീതിയിലേക്കാണ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ നമുക്കതൊരിക്കലും നടക്കില്ല എന്ന് പറയാനും പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം അത്തരത്തിലാണ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഫുൾ മഴ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക, ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കുക. നമ്മൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നിസ്സാരമായിട്ട് കണ്ടു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തുകൾ നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. കാരണം ഇപ്പോഴാണെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് പുഴയിലേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഇത്ര തന്നെ അറിയാം എന്ന് പറഞ്ഞ പുഴയാണെങ്കിലും ഈ മഴ സമയത്ത് ആണെങ്കിലും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ഥലത്തും. അപ്പോൾ ഇറങ്ങരുത് എന്ന് പറഞ്ഞാലും പലപ്പോഴും എല്ലാവരും ആ നിയമം, അതായത് ആ നിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ച് തന്നെ പുഴയിലേക്ക് ഇറങ്ങുകയും അപകടങ്ങൾ വരുത്തി വെക്കുകയും ഉള്ള സാഹചര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഒരു സ്ത്രീ ഇപ്പോൾ പുഴയിൽ ഇറങ്ങിയതിന് ശേഷം ഒഴുക്കിൽപ്പെട്ട് മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം എന്താ പറയുക, ഒരു അപകടങ്ങളിലേക്ക് പോവാതെ സൂക്ഷിക്കേണ്ടത് നമ്മളെല്ലാവരും ഒരേപോലെ സൂക്ഷിക്കേണ്ട കാര്യം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രളയമൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. അതിനിടയിലാണ് ഇപ്പോൾ കോവിഡ് ആണെങ്കിലും മറ്റ് പകർച്ചവ്യാധികളാണെങ്കിലും ഒക്കെ പകരാനുള്ളൊരു സാധ്യതയും കൂടെ ഇപ്പോൾ നിലവിലുണ്ട് അല്ലേ?